ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ നമ്മളൊരു പെൺകുട്ടി അവളുടെ ഫ്രണ്ടിനോട്, അവളുടെ കൂട്ടുകാരനോട് ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ചോദിച്ചതിന് നമ്മൾ ഇന്നലെ കണ്ടു. എന്താണ് ഉത്തരമെന്ന് കണ്ടു. ഇന്ന് ആ ഫ്രണ്ടിന്റെ മനസ്സിൽ എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി പറയാൻ ആഗ്രഹിച്ച ആ കൂട്ടുകാരന്റെ മനസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആ പെൺകുട്ടിയോട് ഇഷ്ടമാണോ, ചതിക്കാനാണോ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കൂടുന്നത് അവന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നോക്കാം. ഈ കാർഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർഡിന് ഇച്ചിരി വലിപ്പം കൂടിയതുള്ളത് കൊണ്ട് നമുക്ക് കയ്യിൽ ഷഫിൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ദെൻ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് ഒരു മേജർ ആർക്കാനായിട്ടുള്ള ചാരിയോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ കാർഡിൽ നമുക്ക് പറയാവുന്നത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇവര് തമ്മിൽ ഒരു സ്തംഭനാവസ്ഥ, ഒരു തർക്കം ഒക്കെ ഉണ്ടായിട്ട് അവർ തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ്. എന്നിരുന്നാലും ഈ ഒരു സുഹൃത്ത്, ആൺ സുഹൃത്തിന്റെ മനസ്സിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് ഒരു നല്ല സ്ഥാനമുണ്ടെന്നും അവൾക്ക് സെക്കൻഡ് വണ്ണിലും ഈ ഒരു സന്തുലിതാവസ്ഥ, അവൾക്കൊരു മനസ്സന്തോഷം, കാര്യങ്ങൾ കൊടുക്കുവാനായിട്ട് ഒരു മനസ്സ് ഈ ഫ്രണ്ടിന് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ വന്നിരിക്കുന്ന ഈ ഒരു വേർപിരിയലിനെ ഇവർ രണ്ടുപേരും കൂടി ഒത്തൊരുമിച്ച് അവരുടെ മനസ്സിന്റെ സ്വഭാവങ്ങളെ ഏകീകരിക്കണമെങ്കിൽ, അവരുടെ കുറ്റങ്ങളും കുറവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി പൊരുത്തപ്പെടുകയാണെങ്കിൽ അവർക്കൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് തുടർന്നു കൊണ്ടുപോകാൻ പറ്റും എന്ന് തന്നെയാണ് ഇവിടെ കാർഡ് സൂചിപ്പിക്കുന്നത്. തേർഡ് വൺ വന്നത് 6 of Cups ആണ്. കാരണം ധാരാളം സമ്മാനങ്ങളും സന്തോഷങ്ങളും എല്ലാം ആ പുരുഷൻ കൊടുക്കാൻ തയ്യാറാണെന്ന് തന്നെയാണ് പറയേണ്ടത്. ആ കുട്ടിക്ക് ഒരു സ്ട്രെസ്സിൽ നിന്നൊരു മോചനം, സന്തോഷമായിട്ടുള്ള ഒരു സംഭാഷണ കാര്യങ്ങളെല്ലാം അവൻ കൊടുക്കാനും താല്പര്യമാണ്. ലാസ്റ്റ് വന്നിരിക്കുന്നത് 8 of Wands ആണ്. അതും ഒരു നല്ലൊരു കാർഡായതിനാൽ ഈ പയ്യന്റെ മനസ്സിൽ യാതൊരുവിധ കളങ്കവും ചതിയോ വഞ്ചനയോ ഒളിഞ്ഞിരിക്കാതെ ആ ഒരു സുഹൃത്തിനെ സഹായിക്കാനുള്ള മനസ്ഥിതി തന്നെയാണ് കാണിക്കുന്നത്. തീർച്ചയായും ആ പയ്യന്റെ മനസ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം, നമുക്ക് ഇതുപോലെ ഒത്തിരി സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവാം. നമുക്ക് ചിലപ്പോൾ ഒരു നല്ലൊരു സുഹൃത്തിനോട് നമ്മളൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം. പക്ഷെ നമ്മൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഈഗോയോ അല്ലെങ്കിൽ ഒരു നമുക്ക് തോറ്റു കൊടുക്കാനുള്ള മനസ്സില്ലായ്മയോ ഒക്കെ കാരണം നമ്മളത് കൊണ്ടു നടക്കുന്ന കാലത്തോളം ആ ഒരു നമ്മളാണ് അത് അനുഭവിക്കുന്നത്. എതിർ പാർട്ടി ഇത് ഒരിക്കലും അറിയുന്നില്ല നമ്മൾ എന്താണ് അനുഭവിക്കുന്നതെന്ന്. പക്ഷെ നമ്മൾ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സന്തോഷം, മനസ്സമാധാനം ഇരു കൂട്ടർക്കും ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ പയ്യൻ ചതിയോ വഞ്ചനയോ ഒന്നും കൊണ്ടു നടക്കുന്നില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ എന്നെ പേഴ്സണലായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. കൂടാതെ നമുക്ക് ഇതുപോലത്തെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും പരിഹരിക്കാവുന്നതിന് കൗൺസിലിങ്ങും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ റിച്വൽസ് ഏതാണെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.